യഥാർത്ഥ മുഖം CJP ഗുണ്ടകളുടെ വിളയാട്ടം. ആയുധധാരികളായ CJP പ്രക്ഷോഭത്തിന് പിന്നിൽ ആര്? വിഷയം സഭയിൽ ചെയ്യാൻ വിസമ്മതിച്ച് പ്രതിപക്ഷം. CJP പ്രൊഫഷണൽ ഗുണ്ടകളെ വിലയ്ക്കു വാങ്ങിയോ? രാജ്യത്തെ ഒരു പ്രധാന ദേശീയ വാർത്താ മാധ്യമത്തിന്റെ തലക്കെട്ടുകളാണിതെല്ലാം. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനെതിരെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അത് പല ദേശീയ മാധ്യമങ്ങളും അറിഞ്ഞതുപോലുമില്ല എന്ന മട്ടായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങളെല്ലാം തെളിവുകളായി ഇവിടെയുണ്ട്. പ്രതിഷേധം കണ്ടില്ലെന്ന് നടിച്ചുള്ള ദേശീയ മാധ്യമങ്ങളുടെ വിധേയത്വം ആരോട് എന്നത് വ്യക്തമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ആദ്യം മുതൽ കണ്ടില്ലെന്ന് തന്നെ നടിക്കുകയായിരുന്നു മുൻനിര ദേശീയ മാധ്യമങ്ങളെല്ലാം. ഹിന്ദുസ്ഥാൻ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഹിന്ദു പത്രങ്ങൾ ആ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതേയില്ല. സി ന്യൂസ്, NDTV, ABP, റിപ്പബ്ലിക് TV, ആജ് തക് തുടങ്ങിയ ദേശീയ വാർത്താ ചാനലുകൾ ജന്തർ മന്ദറിലെ CJP പ്രതിഷേധം ഒരു ഘട്ടത്തിൽ പോലും സംപ്രേഷണം ചെയ്തില്ല. മാത്രമല്ല, സമരക്കാരെ കുറ്റപ്പെടുത്തിയും പോലീസ് നടപടിയെ പിന്തുണച്ചും വാർത്ത നൽകുകയും ചെയ്തു. ഇതോടെ ഗോദി മീഡിയ എന്ന വിമർശനം ശക്തമാകുകയും ചെയ്തു. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരവും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തെരുവിലേക്ക് ഇറങ്ങിയതുമെല്ലാം കേരളത്തിലടക്കം വലിയ വാർത്തയായി. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ അവിടെയും കണ്ണടച്ചു എന്ന് മാത്രമല്ല, തെരുവിലിറങ്ങി സമരം ചെയ്തവരെ ഗുണ്ടകളാക്കുകയും പാകിസ്ഥാൻ ചാരന്മാർ വരെയാക്കുകയും ചെയ്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ, വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചകൾ, സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ഗ്രൗണ്ട് ലെവലിലും വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ മുഖ്യധാര ചാനലുകൾ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ അവ ബോധപൂർവം മൂടിവെച്ചു. ആഗോള മാധ്യമങ്ങൾ പോലും ഇന്ത്യയിലെ ഈ വിഷയത്തെ സഗൗരവം കൈകാര്യം ചെയ്തപ്പോൾ ക്യാരവൻ പോലുള്ള ചില മാധ്യമങ്ങൾ ഒഴിച്ച് ഒരു ദേശീയ മാധ്യമവും പ്രതിഷേധക്കാർക്കൊപ്പം നിന്നില്ല. ജന്തർ മന്ദറിൽ പ്രതിഷേധക്കാർക്ക് നേരെ എത്തിയ ദേശീയ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ടപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധക്കാർ ഗോദി മീഡിയ ഗോ ബാക്ക് വിളികളാണ് മുഴക്കിയത്. റിപ്പോർട്ടർമാരെ വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് കൂവുന്ന ദൃശ്യങ്ങളുണ്ട്. അധികാരത്തെക്കാൾ വസ്തുതകളോടാകണം മാധ്യമങ്ങൾ കൂറുപുലർത്തേണ്ടത്. ജനാധിപത്യത്തിന്റെ മൂല്യത്തെ തകർത്തെറിയാനാകരുത് നാലാം തൂണായി നിൽക്കേണ്ടത്. മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ പ്രചാരണ വിഭാഗമായി മാറുന്നുവെന്നത് ഏറെ അപകടമാണ്. വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളോ ആത്മഹത്യകളോ പരീക്ഷാ തട്ടിപ്പുകളോ മുഖ്യധാരാ ചാനലുകൾ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ സർക്കാരിനെ വെള്ളപൂശുന്ന സമീപനം സ്വീകരിക്കുന്നുവെന്നത് അത്യന്തം ഭീതിപ്പെടുത്തുന്നു. ഒരായുധവും കയ്യിലേന്തിയല്ല അവർ സമരം നടത്തിയത്. തികച്ചും സമാധാനപരമായിരുന്ന പ്രതിഷേധത്തെ അതിക്രൂരമായി ആക്രമിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ച ഭരണകൂട ഭീകരതയെ എങ്ങനെ ന്യായീകരിക്കാനാകുന്നു? ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഹിന്ദു മുസ്ലിം വൈരത്തിനും വർഗീയതയ്ക്കും വിത്തുപാകുക മാത്രം ചെയ്യുന്ന ഈ ദേശീയ മാധ്യമങ്ങളെ കൂവി ഓടിച്ചതിൽ ഒരു അതിശയോക്തിയുമില്ല. അത്തരം ഹീനമായ പ്രചാര വേലകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവയെ അകറ്റാനും അവഗണിക്കാനും ജൻസികൾക്ക് സാധിച്ചു എന്നതും വലിയ കാര്യമാണ്. വാർത്തകൾ വളച്ചൊടിക്കാനും പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾക്ക് ഭീകരപരിവേഷം ചാർത്തിക്കൊടുക്കാനും സമരമുഖത്തേക്ക് ക്യാമറയുമായി എത്തിയവരെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങളായിരുന്നു ആ കൂവിവിളികൾ. ഭരണകൂടത്തോടൊപ്പം ചേർന്ന് രാജ്യത്തെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകളുടെ ചാനലുകളും മോദിക്ക് വാഴ്ത്തുപാട്ട് പാടുന്ന BJP അനുകൂല മാധ്യമങ്ങളും സമരഭൂമിയിൽ വേണ്ട എന്ന് തന്നെയാണ് സമരക്കാരുടെ വാദം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് #ShameOnYouGoDiMedia. അങ്ങനെയൊന്ന് സെർച്ച് ചെയ്താൽ നിരവധി ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തും. ദേശീയ വാർത്തകൾ കാണാൻ ഇൻസ്റ്റഗ്രാം റീലുകൾ കാണേണ്ട സ്ഥിതി എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സമരഭൂമിയിൽ നിന്നുള്ള വാർത്തകൾ, സംഭവങ്ങൾ, കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അവഗണന ഉണ്ടായിരുന്നിട്ട് പോലും ലോകം ഈ സമരത്തെ നെഞ്ചേറ്റുകയും അതിനെ സദാസമയം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ഇക്കാലത്ത് സത്യം മുഖം മൂടി അഴിച്ച് പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു ഗോദി മീഡിയയുടെയും അജണ്ട ഇവിടെ വിജയിക്കുകയില്ല എന്നുകൂടി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിവരയിടും.